റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. ബി.ജെ.പി പേടികൊണ്ട് സ്വന്തം പാർട്ടി പതാക ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് നാണമില്ലയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി. ഇങ്ങനെയൊരു പേടിത്തൊണ്ടൻ എങ്ങനെയാണ് ബി.ജെ.പിയെ നേരിടുന്നതെന്നും M.A. ബേബി ചോദിച്ചു. വണ്ടൂർ കാരാടിൽ LDF സംഘടിപ്പിച്ച മേഖലാ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിക്കാർ പ്രചരണം നടത്തി പാകിസ്ഥാന്റെ കൊടിയും പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്ന് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോഴും ആ പ്രചരണം നടന്നേക്കുമോ എന്ന് ഭയന്നിട്ട് ലീഗുകാരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ലീഗിന്റെ കൊടിയുമായി വരരുത്, നിങ്ങൾക്ക് വേദനിക്കാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കോൺഗ്രസിന്റെ കൊടിയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കൊടി ഉപേക്ഷിക്കാം. സ്വന്തം ഘടക പാർട്ടിയുടെ കൊടി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും അവരെ കൊണ്ടത് ചെയ്യാൻ സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം പതാക കോൺഗ്രസ് ഉപേക്ഷിക്കുകയാണ്. ആരൊക്കെ പിടിച്ച പതാകയാണിത്? മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പിടിച്ച പതാകയാണിത്. രാജീവ് ഗാന്ധിയുടെ അച്ഛൻ, രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധി പിടിച്ച പതാകയാണ്. അപ്പം രാഹുൽ ഗാന്ധിയുടെ മുൻഗാമികളായ പല തലമുറകൾ പിടിച്ച, മഹാത്മാഗാന്ധിയും ഗോഖലെയും പിടിച്ച ഈ കോൺഗ്രസിന്റെ പതാക മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് നാണമില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബി.ജെ.പി പേടി കൊണ്ട് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇങ്ങനൊരു പേടിത്തൊണ്ടൻ എങ്ങനെയാണ് ബി.ജെ.പിയെ നേരിടുന്നത്? ഇതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട ചോദ്യം. യഥാർത്ഥത്തിൽ ബി.ജെ.പിയും RSSും ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ 10-24 രാഷ്ട്രീയ പാർട്ടികളുടെ വിപുലമായ ഒരു വേദി വികസിപ്പിച്ചെടുത്തത് ഇടതുപക്ഷം വളരെ വളരെ മുഷിഞ്ഞു പണിയെടുത്തിട്ട് മറ്റു പാർട്ടികളെ ബന്ധപ്പെട്ട് അവരെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ ഇടതുപക്ഷം സഹാവ് സീതാറാം യെച്ചൂരിയും സഹാവ് D. രാജയും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് CPM മേഖലാ റാലി സംഘടിപ്പിച്ചത്. കാരാട് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ CPM ലോക്കൽ സെക്രട്ടറി C. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. AIYF ദേശീയ സെക്രട്ടറി തിരുമലൈ മുഖ്യപ്രഭാഷണം നടത്തി. സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ മുഴുமையாக கரப்ஷன் என்பது இருக்காது. அப்படிப்பட்ட கம்யூனிஸ்டுகளை பார்த்து நரேந்திர மோடி கரப்ஷன் என்று சொல்கிறார். யார் கரப்ஷன்? எங்கே? கம்யூனிஸ்டுகள் இந்தியா முழுவதும் சுதந்திர போராட்டத்திலே கலந்து கொண்டவர்கள், பல ஆண்டுகள் சிறையிலே கழித்தவர்கள். சுதந்திர இந்தியாவில் கம்யூனிஸ்டுகள் தான் அதிகம் சிறைச்சாலையிலே கழித்திருக்கிறார்கள், குண்டடிபட்டு செத்திருக்கிறார்கள், தூக்கு மேடைகளிலே தொங்கி இருக்கிறார்கள், அடிபட்டிருக்கிறார்கள், உதைபட்டிருக்கிறார்கள். ஆனால் ஒரு துரும்பளவு கூட சுதந்திர போராட்டத்திலே கலந்து கொள்ளாத RSS சொல்லுகிறார்கள், அவர்கள் இந்தியாவுடைய பாரத் மாதா கி ஜெய் என்று சொல்கிறார்கள். யாரை ஏமாற்றுவதற்கு? பாரதிய ஜனதா கட்சி கரப்ட் பார்ட்டி என்பது நிரூபிக்கப்பட்டிருக்கிறது. கரப்ஷன் என்று சொன்னால் அவர்கள் கரப்ஷனை ஒழிப்பதல்ல, கரப்ஷனை லீகலைஸ் பண்றது. லீகலைஸ் என்ன? எலக்டரல் பாண்ட். ஓகே, அது மட்டுமல்ல, ரஃபேல் எத்தனை 1000 கோடி ரஃபேல் விமானத்தை வாங்குவதிலே ஊழல். அதிகாரப்பூர்வமாக 510 கோடி ரூபாய் என்ற விமானத்தினுடைய மதிப்பை 1600 கோடி ரூபாய் என்று விலையை ஏற்றினார்கள். இப்படி பல 1000 கோடி. CAG, கண்ட்ரோலர் அண்ட் ஆடிட்டர் ஜெனரல் ஆஃப் இந்தியா, CAG என்று சொல்லக்கூடிய அவர்கள்தான் 2G ஸ்பெக்ட்ரம் பற்றி குறிப்பெழுதினார்கள். அப்பொழுது இந்த மீடியாக்கள் எல்லாம் 2G ஸ்பெக்ட்ரம் என்று பெரிதாக பேசினார்களே. ஆனால் இப்பொழுது சொல்லுகிறார்கள் CAG-ல 7.5 lakh 7.5 lakh crores of money some misused என்று CAG-ல சொல்லப்பட்டது. CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനവ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസീദാസ് മേനോൻ, CPM ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ്, CPI മണ്ഡലം സെക്രട്ടറി P. മുരളീധരൻ, A. മോഹനൻ, M. രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. Real fruit power, real juices from Dabur.